പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 13-ാമത്തെ തിരുവെടുത്ത് വായിച്ചൊന്ന് സഹായിക്കണം. അതിന് മോശെ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന അതിന് മോശെ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. മതി, നമുക്ക് ഒരു നിമിഷം കൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, മഹായോഗത്തിന്റെ പ്രഥമ രാത്രിക്കായി സ്തോത്രം. കൂടപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഇന്ന് രാത്രി ആശീർവദിക്കണമേ. ദൂരത്തും ചാരത്തും ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രമിക്കുന്ന ഏവർക്കും അനുഗ്രഹമാക്കണം. പ്രിയപുത്രനെ ഞങ്ങളെ കൂടി മഹത്വപ്പെടുത്തേണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഗജം വെളുത്തവനെ ജ്വാലാഗ്നി ലോചനനെ, ഗജം വെളുത്തവനെ ജ്വാലാഗ്നി ലോചനനെ, ഗജം വെളുത്തവനെ ജ്വാലാഗ്നി ലോചനനെ, ഉച്ചകതിരവൻ പോൽ ഉജ്വലദാനനെ, ഉച്ചകതിരവൻ പോൽ ഉജ്വലദാനനെ, ദേവകുമാര സർവ പാപവിദൂരാ ജയിക്കാം. ദേവകുമാര സർവ പാപവിദൂരാ ജയിക്കാം. ഗജം വെളുത്തവനെ ജ്വാലാഗ്നി ലോചനനെ, ഗജം വെളുത്തവനെ ജ്വാലാഗ്നി ലോചനനെ, ഉച്ചകതിരവൻ പോലും ഉജ്വലദാനനെ, ഉച്ചകതിരവൻ പോലും ഉജ്വലദാനനെ, ദേവകുമാര സർവ പാപവിദൂര ജയിക്കാം. ദേവകുമാര സർവ പാപവിദൂര ജയിക്കാം. എക്ലീശിയയ്ക്ക് പ്രേമ വിഗ്രഹമായവനെ, എക്ലീശിയയ്ക്ക് പ്രേമ വിഗ്രഹമായവനെ, മൽക്ലേശമാക നീക്കി മൂക്യാശിസേ ഗണമേ, മൽക്ലേശമാക നീക്കി മൂക്യാശിസേ ഗണമേ, ദേവകുമാര സർവ പാപവിദൂര ജയിക്കാ. ദേവകുമാര സർവ പാപവിദൂര ജയിക്കാ. ന്യായാസനസ്ഥാനിന്റെ കായപ്രദർശനത്താൽ, ന്യായാസനസ്ഥാനിന്റെ കായപ്രദർശനത്താൽ മായ വിമോകമല്ല ഭീയാർന്നു മണ്ടിടുമേ, മായ വിമോകമെല്ലാം ഭീയാർന്നു മണ്ടിടുമേ, ദേവകുമാര സർവ പാപവിദൂരാ ജയിക്കാ. ദേവകുമാര സർവ പാപവിദൂര ജയിക്കാ. ദേവകുമാര സർവ പാപവിദൂര ജയിക്കാ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ദൈവത്തിന് മഹത്വം കരയേറ്റാം. ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് ആദരണീയ കർത്തദാസൻ ഉദ്ഘാടന സമയത്ത് വായിച്ച കുറുവാക്യം തന്നെയാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അദ്ദേഹം വേറൊരു നിലയിൽ അത് അവതരിപ്പിച്ചു. മറ്റൊരു ഭാഗത്തൂടെ ഇന്ന് രാത്രി ഈ കൺവെൻഷനിൽ നമുക്ക് ദൈവവചനം ചിന്തിക്കാം. അതിനടിസ്ഥാനമായി വായിച്ച വാക്യം ബഹുമാന്യ കർത്തദാസൻ ഒരിക്കൽ കൂടി വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളു. എനിക്ക് മൈക്ക് അല്പം കൂടെ ഒന്ന് എന്തോ അതിന് പറയാന്ന്. എനിക്കൊരു സുഖം വരുന്നില്ല ഒത്തിരി. ഞാൻ ആദ്യ ദിവസം ആകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒന്ന് സഹായിച്ചാട്ടെ. പണ്ട് മാങ്ങാനത്തെ അവറാച്ചൻ ഇറങ്ങിപ്പോയതുപോലെ പോകരുത്. ഇതെല്ലാം കൂടി ഇരിക്കുക. എന്തോ അതിന് പറയുന്നത്, ഈ തിരിക്കുന്ന എല്ലാം എൻ്റെ പേരനാ മിക്സർ. പുള്ളി പോകുമ്പോൾ ഒരു തിരിച്ചങ്ങ് പോകും. അപ്പോൾ പുള്ളി ഇറങ്ങി പോകുമ്പോൾ തന്നെ ശബ്ദത്തിന് കുഴപ്പം എന്ന് പറഞ്ഞ പോലെ അങ്ങനെ പോകരുത്, ഒന്ന് സഹായിക്കണം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 13-ാമത്തെ തിരുവെടുത്ത ഒന്നുകൂടെ വായിച്ചു ആദ്യ ഭാഗം.
അതിന് മോശെ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന ഈ കരിയമ്പ്ലാവ് കൺവെൻഷന്റെ 77ാമത് കൺവെൻഷന്റെ പ്രഥമ രാത്രിയിൽ കൂടപ്പെട്ട സകലരോടും എന്റെ സഹപടന്മാരായ അഭിഷിക്തന്മാരോടും ദൈവസഭകളോടും പറയാനുള്ള പ്രധാന സന്ദേശം ഭയപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. അവൻ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്ക്. യഹോവ ഇന്ന് നിങ്ങൾക്ക് അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. ഈ വേദപുസ്തകത്തിലെ ഒരു പ്രത്യേക പദമാ ഭയപ്പെടേണ്ട. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ തുടരെ ഇടയ്ക്കിടയ്ക്ക് കിടക്കുന്ന ഒരു പദപ്രയോഗമാ ഭയപ്പെടേണ്ട, 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 ഭയപ്പെടേണ്ട. അതെന്താ കൂടെ ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട എന്ന് കൂടെ പറയാൻ കാര്യം മറ്റൊന്നുമില്ല, എല്ലാവർക്കും പേടിയാ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഭയമുള്ളവരാ. ഒന്നല്ലെങ്കിൽ മറ്റൊന്നിന് എല്ലാവർക്കും പേടിയാ. ഒരിക്കല് ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞു, ബ്രദറെ അനീഷ, എനിക്ക് മരണത്തെ പേടിയില്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് പ്രതിവചിച്ചു, അങ്ങനെ ആണെങ്കിൽ ഇനി ഒരു പേടിയില്ല. ഒരു മനുഷ്യന് ഏറ്റവും വലിയ പേടി മരണഭീതിയാ, പുള്ളിക്ക് അതില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെ ആണെങ്കിൽ ഇനി ഒരു പേടിയില്ലല്ലോ. അപ്പൊ പുള്ളി അല്പം പൊടി രസം പറയുന്നയാളാണ്. അദ്ദേഹം പറഞ്ഞു, അനീഷ, എനിക്ക് മരണത്തെ പേടിയില്ല, പക്ഷേ എൻ്റെ ഭാര്യ ചിന്നമ്മയെ പേടിയാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഉള്ള പേടിയുള്ളവർ ഇതിനകത്ത് തിരിപ്പോണ്ട് കൈ ഒന്നും പൊക്കണ്ട. നമുക്ക് കൂടെ കൈ പൊക്കുന്നുകൊണ്ട് ചാടിപ്പോക്കരുത്. മരണത്തെ പോലെ ഭയമില്ല, പക്ഷെ ഭാര്യ ചിന്നമ്മേ പേടിയാ. ഞങ്ങളെ സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. ഞങ്ങളെല്ലാം കൂടെ ഒരു യോഗത്തിന് പോവുക. അച്ചായൻ ഒരു 6 അടി പൊക്കമുണ്ട്, കൊച്ചമ്മ 4.5 അടിയേ ഉള്ളു. 4.5 അടി. യോഗം അങ്ങോട്ട് അക്കരെ പോകണം. വള്ളത്തെ കയറാൻ നേരത്ത് എല്ലാവരും വള്ളത്തെ കയറി, കൊച്ചമ്മയും കയറി. അപ്പോ വള്ളം ഊന്നുന്ന പുള്ളി എല്ലാം പറഞ്ഞു, അച്ചായ വള്ളത്തെ കയറി. പുള്ളി പിന്നെയും കൊടയും പിടിച്ച് നിൽക്കുക, കയറുകയെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്താ കയറുകയല്ല. അപ്പം പിന്നെ അവസാനം കൊച്ചമ്മ കയറാൻ പറഞ്ഞു. വണ്ണം അയാൾ എടുത്ത് ചാടും പോലെ വള്ളത്തെ. അപ്പൊ അടിക്കണക്ക് വെച്ചൊന്നുമല്ല പേടി. കൊച്ചമ്മയ്ക്ക് 4.5 അടിയുള്ള, അച്ചായൻ 6 അടിയുണ്ട്. പക്ഷെ വരച്ച വരയിലാ കൊച്ചമ്മ അച്ചായനെ നിർത്തി. പേരും സ്ഥലവും പറഞ്ഞില്ല, കാരണം ബന്ധുക്കാരെങ്ങാനും വന്നെങ്കിൽ യോഗം കഴിഞ്ഞ് ഒരു വഴിയേ ഉള്ളു പോകാൻ. അപ്പൊ അതുകൊണ്ട് ഒന്നല്ലെങ്കിൽ മറ്റൊന്നിന് എല്ലാവരും ഭയപ്പെടുന്നവരാ. ചിലക്ക് മരണത്തെ പേടി, ചിലക്ക് ലോകത്തെ പേടി, ചിലക്ക് രോഗപീഠകളെ പേടി, ചിലക്ക് പ്രകൃതി ശക്തികളെ പേടി, ഇടിവെട്ടുന്നത്, കൊള്ളിയാൻ മിന്നുന്നത്, ഭൂമി കുലുക്കം, എല്ലാം ഭയം. സുനാമി, പിന്നെ പടക്കമോ ആട്ടെ പൊട്ടാസാന്നോ അതോ. അപ്പം അച്ചാനെയും കൂടെ പടക്കം പേടി. എൻ്റെ അച്ചാച്ചൻ്റെ പെങ്ങന്മാർ 2 പേര് വന്നിട്ടുണ്ട്, സ്നാനപ്പെട്ടു ഒന്നുമല്ല. അതിലൊരു പുള്ളിക്കാരിക്ക് തവളയെ പേടിയാ, ആണ്ടിരിക്കുന്നു. ഇപ്പൊ തവള അങ്ങോട്ട് ചെല്ലി കാണാൻ പുള്ളിക്കാരി ഓടും. എൻ്റെ വല്യമ്മച്ചിക്കാണ്. എന്നാ പാമ്പിനെ പേടിയില്ല, തവളെ പേടിയാ. അപ്പൊ ഒന്നല്ലെങ്കിൽ മറ്റൊന്നിന് എല്ലാവരും ഭയപ്പെടുന്നവരാ. അലക്സാണ്ടറിനെ പറ്റി കേട്ടിരിക്കുന്നത്, രാജ്യം മുഴുവൻ വെട്ടിപ്പിടിച്ചു, സമുദ്രത്തെ നോക്കി ആക്രോശിച്ചു, കരയാണെങ്കിൽ ഞാൻ പിടിച്ചടക്കും. പക്ഷേ പുള്ളിക്ക് കണ്ടം പൂച്ചയെ പേടിയാ. അപ്പോൾ ഒന്നല്ലെങ്കിൽ മറ്റൊന്നിന് സകല ആൾക്കാർ ഭയപ്പെടുന്നവരാ. ചിലർക്ക് ഉപദേശിമാരെ പേടി. ഉപദേശിമാരെ ദൈവം വന്നെന്ന് പറഞ്ഞാൽ ഇവന് പേടിയില്ല. OM രാജുക്കുട്ടി വന്നു, ഇവൻ ആലുകളുള്ള പോലെ. നീ ആദ്യം ദൈവത്തെ ഭയപ്പെട്. ചിലക്ക് അനീഷ്കാവാലത്തിനെ പേടി. എന്നെയല്ല പേടിക്കേണ്ടത്, നീ ദൈവത്തെ ഭയപ്പെട്. സ്തോത്രം. ദൈവദാസന്മാരെ ബഹുമാനിക്കണം. ഭയപ്പെടേണ്ടത് ദൈവത്തെയാ. ചില ഉപദേശിമാർക്ക് സഭയിലെ മൂപ്പന്മാരെ പേടിയാ. ജോർജ് കുട്ടി, ഓറഞ്ച് കുട്ടീനെ പേടിക്കുന്ന എത്ര എണ്ണമുണ്ട്. ഒരു കാര്യം ഞാൻ ഇന്ന് രാത്രി പറയാ, ഒന്നല്ലെങ്കിൽ മറ്റൊന്നിന് സകല മനുഷ്യരും ഭയപ്പെടുന്നവരാ. അതുകൊണ്ട് ആ വേദപുസ്തകത്തിൽ 365 കൂടുതൽ പ്രാവശ്യം എഴുതിയിട്ടുണ്ട് ഭയപ്പെടേണ്ട. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, അത് മരണമാകട്ടെ, രോഗമാകട്ടെ, ലോകമാകട്ടെ, പ്രകൃതി ശക്തികളാകട്ടെ, നിന്നെ അലട്ടുന്ന ഏത് വിഷയമാണെങ്കിൽ ഇന്ന് രാത്രി ഈ പ്രഥമ രാത്രിയിൽ കൂടപ്പെട്ടവരോട് അറിയിക്കാനുള്ള ദൂത്, നീ ഭയപ്പെട്ടു പോകരുത്. ദൈവസഭയെ ഉപദ്രവിക്കുന്നവരെ കണ്ട് പേടിക്കരുത്. ദൈവസഭയെ നിന്ദിക്കുന്നവരെ കണ്ട് ഭയപ്പെട്ടു പോകരുത്. നമുക്കെതിരെ വേടകോടുന്നവരെ കണ്ട് ദൈവമക്കൾ ഭയപ്പെട്ടു പോകരുത്. ഇന്ന് രാത്രി നീ ദൈവത്തെ ഭയപ്പെട്ട്, ദൈവത്തിന്റെ വചനത്തിൽ ഭയപ്പെട്ട് അവൻ മുൻപോട്ട് പോയാൽ സകല ഭയത്തിന്റെ മേലും ഇന്ന് രാത്രി ദൈവം നിനക്ക് ജയം നൽകും.
അനുഭവിക്കുന്നവർ, വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ആമേൻ. ഇന്ന് രാത്രി ദൈവം സകലരോട് ദൂത് പറയുക. ചിലപ്പോൾ മാറാ രോഗമായിരിക്കും. ഡോക്ടർമാര് പറഞ്ഞു കാണും 4th സ്റ്റേജ് ആയി, ഇനി രക്ഷപ്പെടാൻ മാർഗമില്ല. അറിയിക്കേണ്ടവരെ അറിയിച്ചോ, ഇനി കൊടുക്കേണ്ടതെല്ലാം കൊടുത്തോ എന്നൊക്കെ ചിലപ്പോൾ വൈദ്യശാസ്ത്രം പറയും. പക്ഷേ വൈദ്യശാസ്ത്രത്തെ മാറ്റിമറിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി പന്തലിൽ വെളിപ്പെടാൻ പോകുകയാ. നിന്നെ അലട്ടുന്ന സകല പ്രശ്നങ്ങളുടെ മേൽ ഇന്ന് രാത്രി ദൈവം ജയം തരും. അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. കുഞ്ഞുങ്ങളുടെ വിഷയമാകട്ടെ, കുടുംബത്തിന്റെ വിഷയമാകട്ടെ, സഭയുടെ വിഷയമാകട്ടെ, ഏത് പ്രശ്നമാണെങ്കിൽ ഇന്ന് രാത്രി ദൈവം നിനക്ക് പരിഹാരം തരും. ഇത് കരിയമ്പളാവ് കൺവെൻഷനാ. ദൈവത്തെ മഹത്വപ്പെടുത്തണേ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. CS മാത്യു അടക്കമുള്ളവർ ആത്മാവിൽ നിറഞ്ഞ് നൃത്തം ചെയ്ത വേദിയായത്. ഇന്ന് രാത്രി അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. നിന്നെ അലട്ടുന്ന മരണഭീതികളെ, ചിത്തഭ്രമങ്ങളെ, ഏകുല ചിന്തകളെ, സകല കെടുതികളെ ഇന്ന് രാത്രി ദൈവം അഴിച്ചു മാറ്റുന്ന രാത്രിയാ. വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദൈവത്തിന് മഹത്വം, 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 ദൈവത്തിന് മഹത്വം. ഭയപ്പെടേണ്ട. പശ്ചാത്തല ഭാഗത്തേക്ക് അധികം പോകുന്നില്ല. എനിക്ക് വാച്ച് തരുന്നത് ആ ബുദ്ധി ഇല്ലെങ്കിൽ ഞാൻ അങ്ങ് പറഞ്ഞിരിക്കും. എത്രയായി? നോക്കട്ടെ. ഇത് രാത്രി കൂടപ്പെട്ട എല്ലാവരോടും അറിയിപ്പാറുള്ളത് ഭയപ്പെടേണ്ട. ഇവിടെ പുറപ്പാട് പുസ്തകം 14:13 അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട. അതന്നെ അങ്ങനെ പറയാൻ കാര്യം, നിന്റെ പിന്നാലെ പാഞ്ഞ് ഒരുവൻ വരുന്നുണ്ട്, അവനെ കണ്ട് നീ പേടിക്കരുത്. നിന്റെ പിന്നാലെ ഒരുവൻ സൈന്യ സമേതനായി കരുക്കൾ ഒരുക്കി പാഞ്ഞു വരുന്നുണ്ട്, നീ അത് കണ്ട് പേടിക്കരുത്. ആരാ പിന്നാലെ വരുന്നത്? വായിച്ചവൻ വരുന്നത് ഫറവോനാ. സെലക്റ്റഡ് ആയിട്ടാ വരുന്നത്. ആ 14:6 വായിച്ചാട്ടെ കർത്തൃദാസനെ. പിന്നെ അവൻ രഥം കെട്ടിച്ചു. ആ ഫറവോന്റെ കാര്യം. പിന്നെ അവൻ രഥം കെട്ടിച്ച് പടജനത്തെയും വിശേഷപ്പെട്ട 600 രഥങ്ങളെയും മിസ്രൈമിലെ സകല രഥങ്ങളെയും അവയ്ക്ക് വേണ്ടുന്ന തേരാളികളെയും കണ്ട് ദൈവമക്കൾ പേടിക്കരുതെന്ന്. ഇവന്റെ രഥവ്യൂഹം കണ്ട്, പടക്കുതിരകളെ കണ്ട്, മിസ്രൈമിലെ കുതിരകളെ കണ്ട്, ഇവന്റെ രഥിപ്രവരന്മാരെ കണ്ട് ദൈവമക്കൾ പേടിക്കരുത്. കാരണം എന്താന്ന് പറയാ, ദൈവത്തിന്റെ രഥങ്ങൾ 1000-1000 കോടിയാ. നിനക്ക് ചുറ്റും ദൈവത്തിന്റെ രഥമുണ്ട്. നിന്റെ കുടുംബത്തിന് ചുറ്റും ദൈവത്തിന്റെ രഥമുണ്ട്. ഫറവോന്റെ രഥിപ്രവന്മാരെ കണ്ട്, ഇവന്റെ കുതിര പടകളെ കണ്ട് ഇന്ന് രാത്രി ഭയപ്പെട്ടു പോകരുത്. ദൈവത്തെ മഹത്വപ്പെടുത്ത. നിന്റെ പിന്നാലെ പാഞ്ഞു വരുന്ന ശത്രുവിന് ഇന്ന് രാത്രി ദൈവം തകർക്കുന്ന രാത്രിയാ. പ്രൈസ് ദി ലോർഡ്. ഈ ഫറവോനെ കണ്ട് പേടിക്കരുത്. ഫറവോൻ എന്തുവാ പറഞ്ഞത്? വായിച്ചേ 15:9 15:9 പെട്ടെന്ന് വായിച്ചോ. 15:9 ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും. എന്റെ ആശ അവരാൽ പൂർത്തിയാകും. പിന്നെ ഞാൻ എന്റെ വാളൂരും എന്റെ കൈ അവരെ നിഗ്രഹിക്കുമെന്ന് ശത്രു പറഞ്ഞു. ഇത് കേട്ട് നീ പേടിക്കരുതെന്നാ പറഞ്ഞത്. പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, വേളൂരും, എന്റെ ആശ പൂർത്തീകരിക്കും, ഞാൻ അവരെ നിഗ്രഹിക്കുമെന്ന് ഇന്ന് രാത്രി നിനക്കെതിരെ, കുടുംബത്തിനെതിരെ, തലമുറക്കെതിരെ, സഭക്കെതിരെ വൈരി വെല്ലുവിളിക്കുമ്പോൾ ഇന്ന് അറിയിപ്പാനുള്ള ദൂത. നീ ഭയപ്പെട്ടു പോകരുത്. ഇന്ന് രാത്രി സ്തോത്രം പറഞ്ഞ് ബലപ്പെട. ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കാൻ പോകുകയാ. ഇന്ന് രാത്രി ദൈവം നിനക്ക് വഴി തുറക്കും. ദൈവം തുറന്നാൽ ആരും അടക്കത്തില്ല, ദൈവം അടച്ചാൽ ആരും തുറക്കത്തില്ല. അനുഭവിക്കുന്നവർ ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഇന്ന് രാത്രി വിടുതലോടെ വേണം തിരിച്ചു പോകാൻ. ഈ പ്രഥമ രാത്രിയിൽ നിന്റെ പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരം തരിക. 600 രഥങ്ങളെ കണ്ട്, കുതിരകളെ കണ്ട്, തേരാളിയെ കണ്ട് നീ പേടിക്കരുത്. ദൈവത്തിന്റെ രഥങ്ങൾ 1000-1000 കോടി ഇന്ന് രാത്രി നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യുദ്ധം യഹോവയ്ക്കുള്ളതാ. ഇന്ന് രാത്രി എന്റെ സഹപടന്മാര്, എന്റെ കൂട്ടുവേലക്കാര് ഇന്ന് രാത്രി ധൈര്യപ്പെട.
Praise the Lord. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ മറുകര കയറ്റുവാൻ ദൈവം പദ്ധതി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിനക്കെതിരെ ആര് വാട വാരിയാൽ ഏകുകയല്ല. ഞാന് ചില കാര്യമൊക്കെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാ പറയുന്നത്. ഏകുകയല്ലെന്ന് എന്നെ കൺവെൻഷൻ സ്റ്റേജ് കയറ്റാതിരിക്കാൻ സൂത്രം ഒപ്പിച്ച ബിരുദന്മാര് പലരും ഉണ്ട്. പേരൊന്നും ഞാൻ പറയുന്നില്ല. പേര് പറഞ്ഞാൽ ചിലപ്പോൾ ലൈവ് പോലും നിന്ന് പോകും. ഞാനീ പറയുന്നതെല്ലാം ലൈവ് കാണണേ, ആ ഭാഗം കട്ട് ചെയ്യരുത്. അല്ല, അങ്ങനെ ബിരുദന്മാരും ഉണ്ട്. നന്നായിട്ട് പിടിക്കേ. സ്തോത്രം. കള്ളത്തരം ഉണ്ടാക്കി, സൂത്രം ഉണ്ടാക്കി, ആക്ഷേപം ഉണ്ടാക്കി, അപവാദം ഉണ്ടാക്കി, ആവശ്യമല്ലാത്ത ഫോൺ ചെയ്ത് അത് റെക്കോർഡാക്കി. ഒരുത്തനൊരിക്കൽ ചോദിച്ചു, ഇച്ചിരിയിലും കാണിക്കാവോ എന്ന്. എന്തോ കാണിക്കാൻ? ഓ, നിങ്ങൾ പാപത്തങ്ങളൊന്നും അറിയാൻ മേല. അത് ഇരുന്നോട്ടെ. ഞാൻ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ പറയാം. ഇത് കട്ട് ചെയ്യരുതേ. ഇതത് കിടക്കണം, അതിൽ തന്നെ കിടക്കണം, ആ ലൈവിൽ തന്നെ കിടക്കണം. സ്തോത്രം. ഒരു മറുപടിക്കും പോയില്ല, എതിർക്കാനും പോയില്ല, ഉടക്കാനും പോയില്ല. ഒറ്റ കാര്യമേ ചെയ്തുള്ളൂ, മുട്ടയിലിരുന്നു. മുട്ടയിലിരുന്നെന്ന് വേറെ പുസ്തകം വെച്ചോണ്ടല്ലേ പറഞ്ഞേ. എന്റെ സഹപഠന്മാരോട് ഇത് തന്നെ എനിക്ക് പറയാനുള്ള ദൂത്. നീ മുഴങ്കാലിന്മേലിരിക്കണം. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നൊരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്, ദൈവസഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി വ്യവഹരിക്കുന്നൊരു ദൈവമുണ്ട്. ഉന്നതന് മീതെ ഉന്നതനും അവന് മീതെ അത്യുന്നതനും ജാഗരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പിടിക്കും, കൊള്ള പങ്കിടും. ഞാൻ അന്നേരം ഇങ്ങനൊക്കെ ഈ പോരാട്ടം വന്നപ്പം ഞാൻ പാട്ടെഴുതി. അത് ഞാനിപ്പോൾ പാടുന്നില്ല, ഞാനിപ്പോൾ തന്നെ പാടുന്നത്. പിന്നെ ഞാൻ പാടിപ്പിക്കാം. പാട്ടെഴുതി. ദൈവത്തിന് മഹത്വം. അത് തന്നെയാ കരിയമ്പിളാവിലും നടന്നത്. പണ്ട് ഞാൻ സൂചിപ്പിച്ചതാ. ദൈവദാസനെതിരെ ശക്തമായ പോരാട്ടം വന്ന ആലപ്പുഴ കോടതിയിൽ, അമ്പലപ്പുഴ കോടതിയിൽ ആ കേസ്. ആ ചരിത്രം നിങ്ങൾക്ക് പഴയ ആൾക്കാർക്ക് അറിയാം, പുതിയ തലമുറയ്ക്കും ചിലർക്കറിയാം. ഇവരൊക്കെ അനുഭവത്തിൽ കൂടെ പോയവരാ. ദൈവദാസനെതിരെ ആക്ഷേപങ്ങൾ നിരത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ എതിരാളികളെ കണ്ടേച്ച് അനാവശ്യമൊന്നും പറഞ്ഞില്ല. പുള്ളി എനിക്ക് ആ പാട്ട് എനിക്ക് പാടിയ ഒക്കത്തില്ല, കരിയമ്പിളാവുകാർ പാടിയെങ്കിലും ഒക്കുള്ളു. എങ്കിലും വരി ഇതാ, മനസാവാചാകർമ്മണ പാണ്. ദൂഷണമനവധിയായി പരത്തുകിലും മനസാവാചാകർമ്മണ അറിയാതുള്ള ദൂഷണമനവധിയായി പരത്തുകിലും ഭംഗമില്ല എനിക്കെന്റെ ജീവിതയാത്രയ്ക്കൊന്നും. ഭംഗമില്ല എനിക്കെന്റെ ജീവിതയാത്രയ്ക്കൊന്നും. ഭാവിയെ നോക്കി കണ്ട് പുഞ്ചിരി തൂകും. ഭാവിയെ നോക്കി കണ്ടു പുഞ്ചിരി തൂകും. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വീഴുകില്ലെന്നരുളിയ കരുണാനിധേ. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വീഴുകില്ലെന്നരുളിയ കരുണാനിധേ. എൻ കാലം പിടിച്ചനുദിനം മരുഭൂമിൽ നടത്താമ ഒരു നാളും മറക്കുകയില്ല. എൻ കാലം പിടിച്ചനുദിനം മരുഭൂമിൽ നടത്താമ ഒരു നാളും മറക്കുകയില്ല. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്ക. ശത്രു പുറകെ വാഞ്ഞു വരക ഞാൻ പിടിക്കും, പിന്തുടരും, കൊള്ള പങ്കിടും. എന്റെ ആശയവരാൽ പൂർത്തീകരിക്കും. ഞാൻ എന്റെ വാളൂരും എന്റെ കയ്യവരെ നിഗ്രഹിക്കുമെന്ന് ശത്രു പറഞ്ഞ് പിന്നാലെ വരുമ്പോൾ നിന്നോട് പറയാനുള്ള ദൂത് ഭയപ്പെടേണ്ട.
ഒന്ന് ഭയപ്പെടേണ്ട എന്തുവാ? പിന്നാലെ പാഞ്ഞു വരുന്ന ദുർച്ച ശക്തികളെ കണ്ട് ദൈവമക്കൾ പേടിക്കണ്ട. കാരണം അനർത്ഥ ദിവസത്തിൽ കൂടാരത്തിൽ നിന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിന്റെ മറവിൽ ദൈവം നിന്നെ മറയ്ക്കും. തീർന്നില്ല, പാറമേൽ ദൈവം നിന്നെ ഉയർത്തും. നീ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നീ തകർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ഭയപ്പെടരുത്. കമ്പിവാചകം പോലെ പറഞ്ഞെങ്കിൽ നിർത്താം, വിശദീകരണത്തിലോട്ടൊന്നും പോകുന്നില്ല. ഇന്ന് അങ്ങനെ ഓക്കൂ. ദൈവത്തിന് മകത്ത്. എനിക്ക് ഈ വേദിയിൽ ഒരു 2 മിനിറ്റ് കിട്ടുന്നത് ഞാൻ മഹാഭാഗ്യമായി കരുതുന്നയാളാ. ഇനി 2 മിനിറ്റ് കിട്ടിയില്ലെങ്കിൽ ഇവിടെ വന്ന് ഇരിക്കാൻ, വിശേഷിച്ച് ഈ കർത്തദാസന്മാരുടെ കൂടെ ഒന്ന് ഇരിക്കാൻ ഇടയായത് വലിയ മഹാഭാഗ്യമാണ്. എൻ്റെ അപ്പന് കള്ളുഷാപ്പിലെ ജോലിയായിരുന്നു, ചെറിയൊരു ജോലി. ഞാൻ തുറന്നങ്ങ് പറയുക, എപ്പോഴും ഞാൻ പറയും, കള്ളുഷാപ്പിലെ ജോലിയാണ്. ഈ പാത്രമൊക്കെ കഴുകുന്ന ജോലി. യൂണിയൻ തൊഴിലാളിയായിരുന്നു. വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത്. സ്തോത്രം. ആ ഒരു അന്തരീക്ഷവും രീതിയായിരുന്നു കുട്ടനാട്ടിലെ കാവാലത്തെ. എനിക്ക് ഈ ശ്രേഷ്ഠരാകുന്ന ദൈവദാസന്മാരുടെ നിരയിലെ ഇങ്ങനെ ഇരിക്കാനും, നിങ്ങളെല്ലാവരും ഇരിക്കുമ്പം കൊത്തയാന്നലും എഴുന്നേറ്റ് 10 വാക്ക് പറയാൻ ദൈവം ഭാഗ്യം തന്നു. എനിക്ക് തോന്നുന്നു TKSന്റെ പാട്ടാണ് തോന്നുന്നു. കുപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠരാനരർ, കുപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠരാനരർ, ഒപ്പമിരുത്തിയതെന്നയം അത്ഭുതം പരാ, നരർക്കൊപ്പമിരുത്തിയതെന്നയം അത്ഭുതം പരാ. മനുവേല വന്ദനം മഞ്ഞിലേഖനായി മനുജാതി ആയി വന്നതാ ഉന്നത ദിവാ. മനുവേല വന്ദനം മഞ്ഞിലേഖനായി മനുജാതിക്കായി വന്നത് ഉന്നതാധിപാ. മനുവേല വന്ദനം. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. അതുകൊണ്ട് ഓടിച്ച് ചില കാര്യം പറയാം. ഒന്ന്, നിന്റെ പിന്നാലെ പാഞ്ഞു വരുന്ന ദുഷ്ടശക്തികൾ, പാരമ്പര്യ ശക്തികളെ കണ്ട് പേടിക്കരുത്. ദൈവം നിന്നെ സംരക്ഷിച്ചോളും. ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. ചടികടാന്ന് വാക്യം വായിച്ചിരണം. അമ്മയെ ഭയപ്പെടേണ്ടെന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ വായിച്ച ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിന്റെ 19 അറിവുള്ള വാക്യമാ വായിച്ചു വിട്ട. ഉൽപ്പത്തി 50:19. യോസേഫ് അവരോട് നിങ്ങൾ ഭയപ്പെടേണ്ട. യോസേഫ് അവരോട് നിങ്ങൾ ഭയപ്പെടേണ്ട. ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്ത് നിങ്ങൾ എന്റെ നേരെ മതി 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 എത്രയോ മതി. യോസേഫ് അവരോട് ഭയപ്പെടേണ്ട, ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്തിരിക്കുന്നു. നിങ്ങൾ എനിക്ക് നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു. അടുത്തത്, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് ഗുണമാക്കി തീർത്തു. ദൈവത്തിന് മഹത്വം. നിങ്ങൾ എന്റെ നേരെ ദോഷമൊക്കെ, എനിക്ക് തോന്നി യോസേപ്പിനോട് കൂടുതൽ യോസേപ്പിന്റെ വസ്ത്രത്തോടായിരുന്നു പ്രശ്നം. വസ്ത്രത്തോടാ പ്രശ്നം. അപ്പനൊരു വസ്ത്രം കൊടുത്തു, അവന്മാരെല്ലാം കൂടെ അത് പറിച്ചു ഉരിഞ്ഞെടുത്ത് ചോരയും പുരട്ടി അയാളെ വിറ്റു. വിറ്റേച്ച് അടിമ പയ്യനായതുകൊണ്ട് അടിമ വസ്ത്രം കൊടുത്തു. അതെടുത്തോണ്ട് വീട്ടിൽ ചെന്നപ്പോൾ തള്ള ആ തുണിയെ കയറി പിടിച്ചു. വസ്ത്രത്തോടാ പ്രശ്നം. അത് പുള്ളി ഇട്ടേച്ച് ഉള്ളി അങ്ങ് പുറത്തോട്ട് ഓടി. അകത്തോട്ടല്ലേ ഓടിയത്, പുറത്തോട്ട് ഓടി. ആ ഒരു തുണി അമ്മയുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അള്ള ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ തുണി ഇങ്ങനെ കാണിക്കും, യോസേപ്പിന്റെ ആണ്. അത് കഴിഞ്ഞ് അപവാദക്കുറ്റം അടിച്ചേൽപ്പിച്ച് കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടു. അവിടെ പ്രത്യേക വസ്ത്രമാണ്. ഈ വസ്ത്രത്തോടാ ഭയങ്കര പ്രശ്നം. ആ വസ്ത്രം ഉടുത്തോണ്ട് കാരാഗ്രഹത്തിൽ കിടക്കാൻ സകല മനുഷ്യനും വിധി എഴുതി ഇനിയും വെട്ടം കാണുകയില്ല. സമയമായപ്പോൾ എന്ത് ചെയ്യും, പുറത്തിറക്കി വെച്ച് നേർമയുള്ള അങ്കി അങ്ങോട്ട് കൊടുത്ത് ഒരു സ്വർണ്ണ സരപ്പള്ളിയൊക്കെ അങ്ങോട്ട് കൊടുത്ത് മോതിരം, അധികാരത്തിന്റെ മോതിരം കൊടുത്ത് ഇവനെ പുറത്തിറക്കി.
ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി അങ്ങനെയൊക്കെ എന്തെല്ലാം ശോധനയിൽ കൂടി കടന്നു പോകാ യോസേഫ്. പക്ഷെ യോസേഫിന്റെ മനസ്സ്, യോസേഫ് പറയുക, നിങ്ങൾ പേടിക്കണ്ട. അതിന് യോസേഫ് ഫലപ്രദമായ വൃക്ഷമാ. അതാ നീരുറവിനരികെ ഫലപ്രദമായ വൃക്ഷം. എന്തോ ഫലം? ആത്മാവിന്റെ ഫലം. അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഗലാത്യർ 5:22 വായിക്കുന്ന ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ ഫലങ്ങളെല്ലാം യോസേഫിലുണ്ട്. യോസേഫ് ഫലപ്രദമായ വൃക്ഷം. അതിലോ ആ ഫലം ആത്മാവിന്റെ ഫലമാ. എന്താ ആത്മാവിന്റെ ഫലം? ഒന്ന് സ്നേഹം. സ്നേഹത്തിന്റെ വിശേഷത നമുക്കെല്ലാം അറിയാം. എല്ലാം പൊറുക്കുന്നു, എല്ലാം ക്ഷമിക്കുന്നു, ദേഷിക്കുന്നില്ല. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആ സ്നേഹം ആയിരിക്കണം എൻ്റെ നിങ്ങളുടെ ഉള്ളിൽ. നിങ്ങൾക്കെതിരെ അപവാദം പറഞ്ഞവർ കാണും, ആക്ഷേപിച്ചവർ കാണും, പരിഹസിച്ചവർ കാണും, നാടൻ ഭാഷ പറഞ്ഞ പാര വെച്ചവർ കാണും. പക്ഷെ പ്രതികരിക്കരുത്. ക്ഷമിക്കാനൊരു മനസ്സുണ്ടെങ്കിൽ സമയമാകുമ്പോൾ ദൈവം നിന്നെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ, വചനത്തിന്റെ ഉപദേശത്തിൽ പറയാ, നീ ക്ഷമിക്കുന്നത് നിനക്ക് നഷ്ടമൊന്നും വരികയില്ല, നീ പൊറുക്കുന്നത് കൊണ്ട് നിനക്ക് ദോഷമൊന്നും വരികയില്ല. സമയമാകുമ്പോൾ ദൈവം നിന്നെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് യോസേഫ് സഹോദരന്മാരോട് പറയാ, നിങ്ങൾ എന്നെ ഉപദ്രവിച്ചു, ആക്ഷേപിച്ചു, പരിഹസിച്ചു, പാര വെച്ചു, ടോർപ്പിട വെച്ചു, എനിക്ക് നിങ്ങളോട് ഒരു പിണക്കവുമില്ല. അയ്യോ, നിങ്ങൾക്ക് മുമ്പേ ദൈവം എന്നെ ഇങ്ങോട്ട് വിട്ടതാ. അതുകൊണ്ട് ഇന്ന് രാത്രി ഭയപ്പെട്ടു പോകരുത്. ദോഷം വന്നതെല്ലാം ദൈവം ഗുണമാക്കി തീർക്കും. നിന്റെ ജീവിതത്തിൽ, കുടുംബത്തിൽ ഇന്ന് രാത്രിയിൽ പല വിഷയത്തിൽ നീ ഭാരപ്പെട്ട് ദോഷമാണെന്ന് ചിന്തിക്കുക. ഇന്ന് രാത്രി വചനത്തിൽ കൂടെ പറയാ, അത് മുഴുവൻ ദൈവം ഗുണമാക്കി തീർക്കാൻ പോകുകയാ. വന്ന ദോഷങ്ങളെ മുഴുവൻ ദൈവം ഗുണമാക്കി തീർക്ക്. ഇന്ന് രാത്രി ഭയപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. അനുഭവിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, പിന്നാലെ പാഞ്ഞു വരുന്ന ശത്രുവിനെ കണ്ട് പേടിക്കരുത്, ദൈവം വഴി തുറക്കും. 2, നിനക്കെതിരെ പാര വെച്ചവരെ കണ്ട് പേടിക്കരുത്, ദൈവം നിന്നെ ഉയർത്തും. ഓടിച്ചു വായിച്ചു. ഇനി വാക്യം വായിച്ചങ്ങ് വിടാ, അതിനെ ഒക്കുവുള്ളൂ. ഇന്ന് വായിച്ച് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 17 അറിവുള്ള വാക്യമാ. അതുകൊണ്ട് ഒന്ന് വായിച്ചു തരും. 1:17. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവനെ കാൽക്കൽ തിരസ്കരിക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ ദർശിക്കുക. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലായി അവന്റെ കാൽക്കൽ വീണു. അവിടുത്തെ കാൽക്കൽ വീണു. അടുത്തത്, വലങ്കൈ എന്റെ മേൽ വെച്ചു. അവിടുത്തെ വലങ്കൈ എന്റെ മേൽ വെച്ച് ഭയപ്പെടേണ്ട. ഇന്ന് രാത്രി ആമേൻ, വലങ്കൈ വെച്ച് നിന്നോട് ദൂരെ പറയുകയാ, ഭയപ്പെട്ടു പോകരുത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം നിന്റെ മേൽ സ്പർശിക്കുന്ന രാത്രിയാ. ഭയപ്പെട്ടു പോകരുത്. പത്മോസിന്റെ ഏകാന്തതയിൽ ഒറ്റയ്ക്കുള്ളെന്നുള്ള ചിന്താഭാരത്തിൽ ആമൻ സ്തോത്രം ഇരിക്കുന്ന യോഹന്നാൻ അപ്പോസ്തലനോട് ആമൻ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് പറയുകയാ, യോഹന്നാനെ ഭയപ്പെടരുത്, ഞാൻ ആമൻ സ്തോത്രം ഉയർത്തെഴുന്നേറ്റവനാ, ഞാൻ ആദ്യനും അന്ത്യനുമാ. ഇന്ന് രാത്രി നീ ഭയപ്പെട്ടു പോകരുത്. വിശദീകരണത്തിലോട്ടൊന്നും പോകുന്നില്ല. യോഹന്നാനോട് പറഞ്ഞ് ഭയപ്പെടരുത്. അയന്നാ, ഞാൻ നിനക്ക് വെളിപ്പാട് തരാൻ പോവുക. വെളിപ്പാട് തരിക. നമുക്ക് ആ ഭാഗമൊക്കെ അറിയാം. ആമൻ ആർക്കും വെളിപ്പെടാത്തതാ യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്തത്. 5 പുസ്തകം യോഹന്നാനെ കൊണ്ട് എഴുതിപ്പിച്ചു. ഒരു സുവിശേഷ പുസ്തകവും 3 ലേഖനവും ആമൻ ഒടുവിൽ വെളിപ്പാട് പുസ്തകവും. അതെല്ലാം ഈടുറ്റ പുസ്തകങ്ങളാ. കാരണം എന്തെന്ന് ചോദിച്ചാൽ ആമൻ മാറോട് ചേർന്നിരിക്കുക മാത്രമല്ല, കുരിശിന്റെ ചുവട്ടിലും യോഹന്നാൻ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി അങ്ങനെ നിന്നോടും പറയുക, ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുന്നവനോട് ഇന്ന് രാത്രിയും ദൂത് പറയുക, നീ ഭയപ്പെട്ടു പോകരുത്. അവൻ ആർക്കും വെളിപ്പെടുത്തി കൊടുക്കാത്തത് ദൈവം നിനക്ക് വെളിപ്പെടുത്തും. ഞാൻ വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല. ഒന്ന്, ഭയപ്പെടേണ്ട. പിന്നാലെ പാഞ്ഞുപെടുന്ന ശത്രുവിനെ കണ്ട് പേടിക്കണ്ട, ദൈവം വഴി തുറക്കും. നിന്നെ ഉപദ്രവിക്കുകയും പാര വെക്കുന്നവരെ കണ്ട് നീ പേടിക്കണ്ട, തക്ക സമയത്ത് ദൈവം നിന്നെ ഉയർത്തും. ഒറ്റക്കൈ ഉള്ളല്ലോ എന്നോർത്ത് നീ ചിന്താഭാരത്തിൽ അവൻ ഭയപ്പെടേണ്ട. അവൻ തൃക്കൈ വലങ്കൈ നീട്ടി നിന്നെ ധൈര്യപ്പെടുത്തും. ഓടിച്ച് 2 വാക്യം കൂടെ വായിച്ചങ്ങ് നിർത്താതെ ഒക്കുള്ളു. വായിച്ചേ, ഉൽപ്പത്തി 15:1. ഉൽപ്പത്തി 15:1.
ഇത്രയും താമസം. അതിന്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ അതിന്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ അബ്രഹാമേ ഭയപ്പെടേണ്ട, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലമാകുന്നു. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം അറിയാമല്ലോ, യുദ്ധങ്ങളുടെ അധ്യായമാ. 4 നാട്ടുരാജാക്കന്മാർ 5 നാട്ടുരാജാക്കന്മാരുമായിട്ട് യുദ്ധം ചെയ്തു. അമ്രാബേൽ, അരിയോക്ക്, ഗദറായോമർ, തീദാൻ. ബാബിലോണ് ചായ്വുള്ള 4 പേരും, ബേരാ, ബിർശാ, ശിനാബ്, സോവർ, ആദിയുള്ള സോദോമ്യ ചായ്വുള്ള 5 പേരുമായിട്ട് യുദ്ധം. 4 പേരെ പിടിച്ച് 5 പേര് ഓടിപ്പോയ കൂട്ടത്തിൽ സോദോം രാജാവ് കുഴിക്കകത്ത് പോയി. പലരും ചെതറി ഓടി. ഒരുത്തിന് എതിർച്ചയാ ഓടി വന്ന് അബ്രഹാമിനോട് പറയും, അബ്രഹാമേ സോദോമിനെ കൊള്ള കിട്ടു, പിന്നെ സോദോമിനെ അപകരിച്ചു, പിന്നെ സോദോമിനെ അവർ നശിപ്പിച്ചു, പിന്നെ നിന്റെ സഹോദരപുത്രൻ ലോത്തവന്റെ ഭാര്യ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി. അബ്രഹാം ആത്മീകനായതുകൊണ്ട് അവൻ അങ്ങനെ വരട്ടെന്നല്ല പറഞ്ഞത്. അബ്രഹാം പെട്ടെന്ന് തന്റെ വീട്ടിൽ ജനിച്ചു വളർത്തപ്പെട്ട നമുക്കറിയാം 312 അഭ്യാസികളെയും അന്ന് മമ്രയുടെ തോപ്പില മമ്രെ, ആനോർ, യെഷ്കോൻ അവരെ കൂട്ടിക്കൊണ്ട് അന്ന് രാത്രി തന്നെ പുറപ്പെട്ട് സോദോമിനെ കൊള്ളയിട്ട 4 വമ്പൻ രാജാക്കന്മാരെ അമ്പേ പരാജയപ്പെടുത്തി ശിഷ്ടമുള്ള ജനത്തെ നിഗ്രഹിച്ചു. ആ യുദ്ധത്തിൽ അബ്രഹാമിന് ജയമുണ്ടായി. ഇടയ്ക്ക് കയറി ഒരു കാര്യം പറയാം. 14-ാം അധ്യായത്തിൽ ദൈവദാസന്മാർക്കറിയാം ജയമുണ്ടാകാൻ കാരണമെന്നാ. ആ 13-ന്റെ-18 വായിച്ച ജയത്തിനുള്ള കാരണം. 14-ാം അധ്യായത്തിൽ ജയം വരാൻ കാര്യം 13-ന്റെ-18. അപ്പോൾ അബ്രഹാം കൂടാരം നീക്കി ഹെബ്രോനിൽ മമ്രയുടെ തോപ്പിൽ വന്ന് പാർത്തു. അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു എന്ന് മനസ്സിലായല്ലോ. മമ്രയുടെ തോപ്പിൽ വന്ന് ഹെബ്രോൻ വാക്കിന്റെ അർത്ഥം കൂട്ടായ്മ. ഇതും ഹെബ്രോനാ. കരിയമ്പളാവ് ഹെബ്രോനാ. ഇത് കൂട്ടായ്മയാ. കൂട്ടായ്മ ഉണ്ടായിരിക്കണം. കൊമ്പ് കോർക്കരുത് അങ്ങോട്ടും ഇങ്ങോട്ടും. സ്തോത്രം. ഹെബ്രോൻ മാങ്ങായാന്നോ മൂത്തത് മാങ്ങാണ്ടിയാന്നോ? എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ. പെട്ടെന്നിരുന്നേക്കാം. ഹെബ്രോൻ കൂട്ടായ്മ. മമ്രെ വാക്കിന്റെ ഒരർത്ഥം ബലം. അവിടെ യാഗപീഠം പണിതു. ആരാധന ചേർത്തങ്ങോട്ട് പൂരിപ്പിച്ചാൽ അബ്രഹാം കൂട്ടായ്മയിൽ വന്ന് ആരാധിച്ച് ബലപ്പെട്ടു. കൂട്ടായ്മയിൽ വന്ന് ആരാധിച്ച് ബലപ്പെട്ടു. 13-ാം അധ്യായത്തിൽ കൂട്ടായ്മയിൽ വന്ന് ആരാധിച്ച് ബലപ്പെട്ടത് കൊണ്ട് 14-ൽ ജയം കൊടുത്തു. പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന നിനക്ക് ജയമാ. കൂട്ടായ്മയിൽ വന്ന് ആരാധിച്ച് ബലപ്പെടുന്ന നിനക്ക് ജയമാ. നിന്നെ തോൽപ്പിക്കാൻ ഒരു ശക്തിയും വരികയല്ല. 14-ാം അധ്യായത്തിൽ അവൻ ജയം വരാൻ കാര്യമെന്ന ആരാധിച്ചു കൂട്ടായ്മ ബലപ്പെട്ടത് കൊണ്ട് ഇന്ന് രാത്രി കൂട്ടായ്മ മുടക്കരുത്. ഈ കൂടിവരവ് മുടക്കരുത്. ഈ കൃപയിൽ വന്നതാ നിന്റെ ഭാഗ്യം. ക്രിസ്തുവിന്റെ കൂട്ടായ്മ അതിൽ വന്നതാ നമ്മുടെ ഭാഗ്യം. അങ്ങനെ അബ്രഹാം ജയിച്ചെങ്കിലും വീട്ടിൽ പോയി കൂടാരത്തിൽ പാർത്തെങ്കിലും അബ്രഹാമിന്റെ ഹൃദയത്തിൽ ചിന്ത പരാജയപ്പെട്ടവർ വീണ്ടും സൈന്യത്തെ കൂട്ടിക്കൊണ്ടുവന്ന് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ അവർ വന്നാൽ എന്നെ വീണ്ടും അവർ പിടിച്ചു കെട്ടി കൊണ്ടുപോകുന്നുള്ള ചിന്ത അകത്ത് ചിന്ത കയറിയപ്പോൾ ഭയമുണ്ടായി. ഉള്ളമറിയുന്ന ദൈവം. അതുകൊണ്ട് അതിൻ്റെ ശേഷം യുദ്ധത്തിന് ശേഷം പറയുക, പേടിക്കണ്ട, ഞാൻ നിന്റെ പരിചയ. ഭയപ്പെടേണ്ടെന്ന് പറയാൻ കാര്യം, ജാതീയ ശക്തികളെ കണ്ട്, ജാതീയ പോരാട്ടങ്ങളെ കണ്ട് ദൈവമക്കൾ പേടിക്കരുത്. ദൈവം നമ്മുടെ പരിചയ. ഇന്ത്യ രാജ്യം മഹത്തരമായ രാജ്യമായി ഭാരതം, നാനാജാതി മതസ്ഥർ തിങ്ങിപ്പാർക്കുന്ന രാജ്യം, മഹാരാജ്യം. ബുദ്ധനും ജൈനനും പാഴ്സിയും ക്രൈസ്തവനും മുസ്ലിം സഹോദരങ്ങൾ ഹൈന്ദവരും എല്ലാം തിങ്ങിപ്പാർക്കുന്ന മഹാരാജ്യം, നല്ല രാജ്യമാണ്. ഈ രാജ്യത്ത് ആര് വേണേലും ഭരിക്കട്ടെ. ഇപ്പോൾ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി അവർ ഇന്ത്യ രാജ്യം ഭരിക്കുന്നു. ഈ കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഭരണം നടത്തുന്നു. അവൻ സ്തോത്രം. തമിഴ്നാട്ടിൽ സ്റ്റാലിൻ അവർ ഭരിക്കുന്നു. ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ വിഷയം. ആര് ഭരിച്ചാലും ഇത് നിയന്ത്രിക്കുന്നവൻ ദൈവമാണ്. ഉന്നതനും അവന് മീതെ അത്യുന്നതൻ ജാഗരിക്കുന്നത് കൊണ്ട് ആര് ഭരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പക്ഷെ ഭരണ ചക്രത്തെ തിരിക്കുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട്. രാജാക്കന്മാരുടെ ഹൃദയം യഹോവയ്ക്കടുക്കൽ നീർത്തോട് പോലെ ഇഷ്ടമുള്ള ദിക്കിലേക്ക് ദൈവം തിരിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി ജാതീയ പോരാട്ടങ്ങളെ കണ്ട് ദൈവമക്കൾ പേടിക്കരുത്. ദൈവം നമ്മുടെ പരിചയ.
ഇന്ന് രാത്രി ഭയപ്പെട്ടു പോകരുത്. ഒരു വാക്യവും കൂടെ വായിച്ച് ഞാൻ നിർത്തുക, അത് പ്രസംഗിക്കുന്നില്ല. ശമൂവേലിന്റെ 2-ാം പുസ്തകം 9-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിച്ചങ്ങ് നിർത്താം. ശമൂവേലിന്റെ 2-ാം പുസ്തകം 9:7. അപ്പൊ 5 വാക്യമാകും, അത് മതി. ദാവീദ് അവനോട് ഭയപ്പെടേണ്ട, നിന്റെ അപ്പനായ യോനാഥാന നിമിത്തം. ദാവീദ് അവനോട് ഭയപ്പെടേണ്ട, നിന്റെ അപ്പനാകുന്ന യോനാഥാന്റെ നിമിത്തം ഞാൻ നിന്നോട് ദയ കാണിച്ചു. നിന്റെ അപ്പനാകുന്ന ശൗലിന്റെ നിലമല്ല ഞാൻ നിനക്ക് മടക്കി തരും. എന്നിട്ട് പറയാ, നീയോ നിത്യം എന്റെ മേശയിൽ ഭക്ഷണം കഴിക്കണം. പറയുന്നത് ആമേൻ ദാവീദ. ആരോടാ? മഫീബോശത്തിനോടാ. ഏതാ? യോനാഥാന്റെ മകൻ എന്ന് പറഞ്ഞാൽ ശൗലിന്റെ കൊച്ചുമകൻ. എന്നാ കുഴപ്പം? 2 കാലം മുടന്ത. എവിടായിരുന്നു? ലോദേബാരിൽ, വരണ്ട സ്ഥലം. അതിനവിടെ പോകാൻ കാര്യം, അയ്യോ അപ്പനെയും വല്യപ്പനെയും കൊന്നപ്പോൾ ഒരു തള്ള രാത്രി കൊച്ചിനെ എടുത്തോണ്ട് ഓടിപ്പോയപ്പോൾ കൊച്ചു പൊത്തോന്ന് താഴെ വീണ് 5 വയസ്സിൽ മുടന്തിപ്പോയതാ. അപ്പനെ കൊന്ന് വല്യപ്പനെ കൊന്ന് കുടുംബം മുഴുവൻ കുളം തോണ്ടി പേടിച്ചരണ്ട് സിയോൻ കോട്ട പിടിക്കാൻ വന്ന സമയത്ത് മുടന്തന്മാരും കുരുടന്മാരും പോയ കൂട്ടത്തിൽ ലോദേബാരി കിടക്കുക. 2 കാലം മുടന്തി, 5 വയസ്സിൽ മുടന്തിയ മെഫീബോശത്ത് ആരോരുമില്ലാതെ വരണ്ട സ്ഥലത്ത് കിടക്കുക. ഒടുവിൽ ദാവീദ് യോനാഥാനോടുള്ള നിയമം ഓർത്തിട്ട് പറഞ്ഞു, ആരേലും ഈ കുടുംബത്തിലുണ്ടോ? അപ്പോൾ പറഞ്ഞു, ഒരുത്തനുണ്ട്. ആരാ? മെഫീബോശത്ത്. കൊണ്ടുവരാൻ പറഞ്ഞു. 2 കാലം മുടന്തായി മെഫീബോശത്തിനെ ലോദേബാരി, എന്റെ ഭാഷയാ, എടുത്ത് യായാവിന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് നിർത്തി, കാണത്തില്ല, ഇരുത്തി. 2 കാലം മുടന്ത. അവൻ വന്ന് അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞ് നോക്കിയപ്പോൾ മഹാരാജാവാകുന്ന ദാവീദ് ഇരിക്കുന്നു, പരിവാരങ്ങൾ ഇരിക്കുന്നു, മന്ത്രി പുങ്കവന്മാരും ഒക്കെ ഇരിക്കുന്നു. ഇവന്റെ ഏകവാള് വെട്ടിപ്പോയി. ഇവന്റെ ചിന്ത അപ്പനെ കൊന്ന് വല്യപ്പനെ കൊന്ന് കുടുംബം മുഴുവൻ കുളം തോണ്ടി, എന്റെ ദൈവമേ 2 കാലം മുടന്തി ആ ലോദേബാരി കിടന്നിട്ടും കിടത്തുകേല്. കൊല്ലാനാന്നോ, അറുക്കാനാന്നോ, കണ്ടിക്കാനാന്നോ, വിൽക്കാനാന്നോ? എന്റെ ദൈവമേ, ഓടാനും ഒക്കത്തില്ലല്ലോ. ഇതുപോലെ ഞാൻ വെട്ടിലായല്ലോ. പേടിച്ചരണ്ട് അകത്ത് ഭയമെല്ലാം കൂടെ കയറിയപ്പോൾ മുഖത്ത് പ്രതിഫലിച്ചു. മുഖം കണ്ടപ്പോൾ ദാവീദിന് മനസ്സിലായി ഇവൻ പേടിച്ചരണ്ടിരിക്കുക. അതുകൊണ്ടാ ദാവീദ് പറഞ്ഞ, ഭയപ്പെടേണ്ട, എന്റെ മെഫീബോശത്ത് നിന്നെ കൊല്ലാൻ കൊണ്ടുവന്നതല്ല, നിന്നെ തട്ടാൻ കൊണ്ടുവന്നതല്ല, നിന്റെ വല്യപ്പന്റെ പിതൃസ്വത്തല്ല, ഇന്ന് രാത്രി നിനക്ക് മടക്കി തരിക. ഒറ്റവാക്കി പറഞ്ഞു നിർത്ത. 1-ാമത്തെ ആദാം മുഖാന്തരം മനുഷ്യവർഗത്തിന് നഷ്ടപ്പെട്ടതല്ല ഒടുക്കത്തെ ആദാമാകുന്ന യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് തിരികെ കിട്ടി. എന്തൊക്കെ കിട്ടി? അതൊക്കെ അടുക്കടുക്കായിട്ട് പറയണമെങ്കിൽ മണിക്കൂറുകൾ വേണം. തേജസ് തിരികെ കിട്ടി, ഇത് പണ്ട് പോയതാ, അത് തിരികെ കിട്ടി. ആമൻ മരണം ഭയം ഉണ്ടായി. ആമൻ വെളിപ്പാട് വായിക്കുമ്പോൾ ഇനി മരണം ഉണ്ടാകത്തില്ല. മാത്രമാണോ, വസ്ത്രം നഷ്ടപ്പെട്ടു, നമുക്ക് വസ്ത്രം തിരിച്ചു കിട്ടും. അങ്ങനെ എന്തെല്ലാം കാര്യം. പറുദീസ നഷ്ടപ്പെട്ടു, ആമൻ നമുക്ക് പറുദീസ തിരികെ കിട്ടും. ജീവവൃക്ഷത്തിന്റെ ഫലം അന്ന് തിന്നാനൊത്തില്ല. ഒടുവിൽ പറയാ, ജയിക്കുന്നവന് അത് ഞാൻ കൊടുക്കും. 1-ാമത്തെ ആദാം മുഖാന്തരം നഷ്ടപ്പെട്ടു പോയ മുഴുവനും ഒടുക്കത്തെ ആദാം ഒരുവൻ കാൽവറിയിൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് വേണ്ടി രക്തം ചിന്തി അവിടുത്തെ തിരുശരീരം നുറുക്കപ്പെട്ടു. ഒരുവൻ കാൽവറിയിൽ ഇരുമ്പാണികളാൽ ഏൽപ്പിക്കപ്പെട്ട് എനിക്ക് നിനക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് അവൻ നഷ്ടപ്പെട്ടതല്ല ഇന്ന് രാത്രി നമുക്ക് തിരികെ തരിക. അതുകൊണ്ട് ഇന്ന് രാത്രി പേടിക്കരുത്, പേടിക്കരുത്, പേടിക്കരുത്. 1, പിന്നാലെ പാഞ്ഞു വരുന്ന ശത്രുവിനെ കണ്ട് പേടിക്കരുത്, ദൈവം വഴി തുറക്കും. 2, ആക്ഷേപിക്കുന്ന ഉപദ്രവിക്കുന്നവരെ കണ്ട് പേടിക്കരുത്, സമയം വരുമ്പോൾ ദൈവം നിന്നെ ഉയർത്തും. 3, ഒറ്റയ്ക്കേ ഉള്ളെന്നോർത്ത് ആരും നിരാശപ്പെടരുത്, അവിടുത്തെ വലങ്കൈ വെച്ച് നിന്നെ ധൈര്യപ്പെടുത്തും. 4, ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. ജാതീയ പോരാട്ടങ്ങളെ കണ്ട് പേടിക്കരുത്, ദൈവം നിന്റെ പരിചയ. 5, 2 കാലം മുടന്തി ആരുമില്ലല്ലോ എന്നോർത്ത് കൊല്ലാനാന്നോ നിന്നെ പേടിക്കണ്ട. നഷ്ടപ്പെട്ടതല്ല ഇന്ന് രാത്രി നിനക്ക് തിരികെ തരും. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. അല്പസമയം മുൻപോട്ട് പോയെങ്കിലും എന്നെ കേട്ട് ഇതുവരുന്ന ദൈവമക്കൾക്കും ബഹുമാന്യരായ കർത്തദാസന്മാർക്കും ചുമതലപ്പെട്ടവർക്ക് നന്ദി. ആമൻ. വിശ്വസ്തരുമായി കർത്താവിനെ സേവിച്ച് നല്ല അവകാശം പ്രാപിപ്പാൻ ഏവർക്കും ദൈവം കൃപ നൽകട്ടെ.